ഒരു കാലത്ത് നടക്കാൻ പോകാൻ വിളിച്ചാൽ വരാത്തനും ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് നടക്കാൻ പോകാന്ന് പറഞ്ഞു. പിന്നെ ഹോസ്റ്റലിൽ ഒരു പണിയില്ലാതിരിക്കുന്നുണ്ട് ഞങ്ങളും അങ്ങ് ഇറങ്ങി. ഹോസ്റ്റലിന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഗ്രൗണ്ടിൽ സ്പോർട്സ് നടക്കാന്നുള്ള കാര്യം ഓർമ്മ വന്നത്. കുറേ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഒറ്റ മൈൻഡിൽ ഞങ്ങൾ മൂന്നും കൂടി സ്പോർട്സ് കാണാമെന്നും പറഞ്ഞ് കയറി. എവിടുന്ന് ഞങ്ങൾക്ക് മൂന്നിനും ധൈര്യം വന്നു ചോദിച്ചാൽ അറിയാൻ വയ്യ. പക്ഷെ പെട്ടെന്ന് പോയി ഗ്രൗണ്ടിൽ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. കുറേ പിള്ളേർ ഓടുന്നതും ചാടുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. പോയത് ഒരു ഗോൾഡൻ അവർ ടൈം ആയതുകൊണ്ട് തന്നെ കുറേ നല്ല ഫോട്ടോസ് കിട്ടി. കുറേ ഫോട്ടോസും എടുത്ത് അവിടെ നിന്നവർ ആരെയും ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് കാട്ടിക്കൂടലുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇത് എവിടെ നിന്ന് വന്ന് എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസ് എടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് റീലേക്കുള്ള അനൗൺസ്മെൻറ്റ് വന്നു. എങ്കിൽ പിന്നെ ഇന്ന് അത് കണ്ടേക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ സൈഡിൽ പോയിരുന്നു. ഈ സമയത്ത് ഗ്രൗണ്ട് കാണാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് 3 വർഷത്തിനിടയിൽ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് റണ്ണിങ് റേസ് ഒക്കെ നോക്കിയിട്ട് എങ്കിൽ പിന്നെ കുറച്ച് കായലും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അനു ചാടി ഇറങ്ങിയ ധൈര്യത്തിലാണ് നയനയും ചാടിയത്. പക്ഷേ കൊച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം കായലിൽ പോകാനെ കായലിൽ നിന്നും പറക്കി എടുത്തുകൊണ്ട് വരേണ്ടി വന്നേനെ. കുറച്ച് എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കാനുള്ള തന്ത്രപ്പാടാണ് ഈ കാണിക്കുന്നത്. ഹോസ്റ്റലിൻ്റെ ബാക്കിൽ പോയി നല്ലൊരു സൺസെറ്റും കണ്ട് കുറച്ചു നേരം കായൽ നോക്കിയത് നേരെ ഹോസ്റ്റലിൽ കയറി.